സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്ലിംഗ് ആണ്. നമ്മളൊരു എന്നെ കൂടി 5 പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് കാരണം സൺഡേ ആണ്. ഞാൻ മിക്കപ്പോഴും സൺഡേസിലാണ് സൈക്ലിങ്ങിന് പോകുന്നത്. അപ്പോൾ സൺഡേസ് ആകുമ്പോൾ ഒത്തിരി ആൾക്കാർ വേറെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ എന്നെ കൂട്ടി 5 പേരുണ്ട്. അപ്പോൾ ഒരു 25 കിലോമീറ്റർ വൺ സൈഡ് ചവിട്ടണമെന്നും പറഞ്ഞാണ് എല്ലാവരും കൂടെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഏതായാലും അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 10 മണിയായി. സായി ചേട്ടനുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ വേറെ 3 പേരൂടെ ഉണ്ട്. അവരെങ്ങ് കാണിക്കാൻ ഞാൻ വഴിയെ അവരെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കാഴ്ചകളായിരിക്കും. നമ്മൾ പോകുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. നമ്മൾ സാധാരണ പോയ വഴികളൊന്നുമല്ല ഇതൊരു ഡിഫറെൻറ്റ് വഴിയാണ്. പക്ഷേ കുറച്ച് ദൂരം നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വഴികളിൽ കൂടിയാണ് പോകണേ. അപ്പോൾ അത് കാരണം ഞാൻ അത് കാണിക്കണില്ല. അവിടെ നിന്ന് ഡീവിയേഷൻ ഉണ്ട്. ഡീവിയേഷൻ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് കാണാം. ഇന്ന് നല്ല തണുപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ സൈക്ലിംഗ് വീഡിയോയിൽ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ അറ്റം ഞാൻ കവർ ചെയ്യുന്ന ഗ്ലൗസല്ല ഇട്ടേക്കണേ. അതിനിടയ്ക്ക് ഞാൻ ഫോൺ ടച്ച് ചെയ്യണത് കൊണ്ടും ക്യാമറ പിടിക്കുന്നതുകൊണ്ടൊക്കെ ആ ടച്ചിൻ്റെ ഒരു കാരണം കൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കിയിട്ടെ. പക്ഷേ നന്നായിട്ട് ഫിംഗേഴ്സ് വേദനിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 4 ആണെന്ന് തോന്നുന്നു ടെമ്പറേച്ചർ കാണിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ എനിക്ക് തോന്നുന്നു 6 ആയിരുന്നു. പക്ഷേ ഇന്ന് 4 ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തണുപ്പുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഫിംഗേഴ്സിൽ കാറ്റിടിക്കുന്ന കാരണം ഭയങ്കരമായിട്ട് സൂര്യ കുത്തുന്ന പോലത്തെ വേദന. പിന്നെ ഇപ്പോൾ ഇവിടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം തന്നെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം നമ്മുടെ സൈഡിലുള്ള മരങ്ങളുടെയും ചെടികളുടെയൊക്കെ ഇല അതൊരു മഞ്ഞ കളറിലേക്ക് ആവുകയാണ്. അപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോൾ എല്ലാം നല്ല മഞ്ഞ കളറിൽ നിൽക്കും. പൊഴിയുടേതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റേജാണ്. അങ്ങനെ ഞാൻ ജാക്കറ്റ് മാറ്റി ചൂടുക്കാൻ തുടങ്ങി. നല്ല ഇറക്കമായത് കാരണം നല്ല വണ്ടി പറന്നാ പോയിക്കൊണ്ടിരിക്കണേ. ഇത് വിപിൻ പോളി ചേട്ടൻ. ഈ എൻ്റെ ഫ്രണ്ടിൽ പോണത് സൽച്ചേട്ടൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഞങ്ങൾ 5 പേരുണ്ടെന്ന്. പക്ഷേ ഒരാൾക്ക് പെട്ടെന്ന് അസൗകര്യം വന്ന് പുള്ളി മാറി. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോണ ഒരാളാണ് അരുൺ. പുള്ളി ഇവിടെ സൈക്കിൾ ഓട്ടാൻ വേണ്ടി 10 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി വന്ന ആളാണ്. പുള്ളിക്ക് റോഡ് ബൈക്കാണ്. ഞങ്ങളുടെയും വഴിതെറ്റി ഈ അപ്പൻ്റെ അമ്മമ്മയുടെയും വഴിതെറ്റി നിൽക്കുകയാണ്. അപ്പോൾ അവർ നമ്മളായിട്ട് ഡിസ്കഷൻ നടത്തുവാണ് എങ്ങനെ പോകണം എന്നുള്ളത്. That's a nice way, yeah. Yeah, it's a nice way. You get the sunshine. And there's another way then that you can go. You go down this way and you go along the wall and then turn left on the road. ഏതായാലും നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു തോടും. It's lovely. It's a nice view. Oh no. We'll try this way. Yeah, we'll try this way. Can I drive? Yeah. Where are you guys from originally? India. India. Yeah. When are you going to start learning how to play cricket over there? Oh, I used to play cricket every summer, you know. Yeah, but Do you guys play? Yeah, I used to play. Oh, that's good. Fabulous. But they don't play cricket in India anymore, do they? നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിക്കണം. Everybody plays, you know. ഇടയ്ക്ക് കളിക്കാറുണ്ടെന്നൊക്കെ. That's the only game in India. ഇവിടെ ഫുട്ബോളാണ് മെയിനായിട്ട് കളിക്കുന്നത്. ക്രിക്കറ്റ് അങ്ങനെ കളിക്കാറ്. അപ്പോൾ അവർ പറഞ്ഞു ക്രിക്കറ്റ് കളിക്കാൻ. ഞങ്ങൾ അവരെ ഫോളോ ചെയ്യാണ്. അവർ പറഞ്ഞു നല്ലൊരു വഴിയുണ്ട് ഇങ്ങനെ ഇവിടെ. അവിടെ സൈക്കിൾ കുറച്ചൊരു കയ്യിലെടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ നോക്കാം. ലെഫ്റ്റ് പോയി ഇതൊരു ഗ്രാൻഡ് വഴിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. റൈറ്റ് സൈഡിൽ കൂടെ ഒരു തോടും. ഇപ്പം ഈ കാണുന്ന വെയിലില്ലേ, വെയില് ഇവിടുത്തെ ഒരു 12 മണി 1 മണി വരെ ഉള്ളൂ. ഇന്നത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് അവർ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ
അത് കഴിഞ്ഞാൽ പിന്നെ ഈ വെയിൽ അങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഒരു ക്ലൗഡിയാണ് കാണിച്ചേക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീട്ടിൽ എത്തും. ഇതെന്താണെന്ന് അറിയില്ല, നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രീൻഫീൽഡ് ഹൗസ് എന്നാണ് കൊടുത്തേക്കണം. പിന്നെ അപ്പുറത്ത് ലിസൺ ഹാൾ ഫാം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഏതായാലും നമുക്ക് യാത്ര തുടരാം. അവർ വരുന്നുണ്ട്. ഓക്കെ, അവിടെ കുറേ പക്ഷികൾ കാര്യങ്ങളൊക്കെ പറക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവിടെ ചെന്നൊന്നും കൂടെ നോക്കാം. ഏതായാലും ഇന്നത്തെ വ്ളോഗിങ്ങും ഒരു വെർത്തായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ വമ്പ സെറ്റപ്പ് പൊളിച്ച് അരയന്നങ്ങളുടെ കൂട്ടമാണ്. പൊളി അരയന്നം. ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട്? കൂട്ടമായിട്ട് പോയിക്കുന്നത്. നൈസ്. ഏതായാലും പൊളിച്ച്, സംഭവം പൊളിച്ച്. വെള്ളത്തിൽ കൂടെ ഇറക്കിപ്പോയേക്കാം. അവിടെ കംപ്ലീറ്റ് ഇറക്കാൻ എനിക്കൊരു പേടി. കാര്യം എവിടെയെങ്കിലും ഒരു കുഴി ഉണ്ടെങ്കിൽ നമ്മൾ തലയും കുത്തി വീഴും. ഏതായാലും നമ്മൾ അറ്റത്ത് വന്നു. പോകുന്നു. ആ വഴി ഒന്ന് പോയി നോക്കാം. പട്ടി അപ്പിയിടുക, കഷ്ടമായി. ഇവിടുത്തെ ആൾക്കാർ പിന്നെ പട്ടിനാട് നടക്കുമ്പോൾ കിറ്റുമായിട്ട് നടക്കണം. പട്ടി അപ്പിയിട്ട് കഴിഞ്ഞാൽ അവർ അപ്പി എടുത്തുകൊണ്ട് പറ്റുള്ളൂ. ഏതായാലും പട്ടി അടിപൊളി പട്ടി, നല്ല വ്യൂവും എല്ലാം അങ്ങോട്ടും കൊള്ളാം. എന്ത് സാധനം കൂട്ടാൻ. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്സ്. യു ക്യാൻ ഗോ. യാ, അങ്ങനെ അവരെ പട്ടിയുമായിട്ട് പോയി. നമ്മൾ ഈ വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി വഴിയായിട്ടുണ്ട്. റോഡിന്റെ സൈഡിൽ കൂടെയുള്ള ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ തല തട്ടരുതേ. ഓക്കെ, ഗുഡ്. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഓ, എന്നാ വ്യൂവാന്ന് നോക്കിയേ. സംഭവം പൊളിച്ച്. ഏതായാലും അടിപൊളി വഴി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ വിചാരിച്ചതിലും മനോഹരമായി. അതാണ്. അപ്പോൾ ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസാണ്.
നമ്മൾ ഫൈനലി ആ വെള്ളത്തിലൂടെയൊക്കെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയേക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഞങ്ങൾ തിരിക്കുകയാണ്. ഒത്തിരി മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ തന്നെ 12 മണി അടുത്തായി. അപ്പോൾ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് 1 മണി കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.